ദീർഘായുസ്സോടെ ജീവിക്കണമെങ്കിൽ ഈ ഘടകങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ആഹാരത്തിന്റെ പോഷണ ഗുണം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള അറിവ് ആരോഗ്യപ്രദമായ ആഹാര രൂപീകരണത്തിന് അത്യാവശ്യമാണ്. ഞാൻ സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ എന്തെല്ലാം പോഷകങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെന്ന് ഉള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ നാട്ടിലിരിക്കുന്ന ഭക്ഷണ വസ്തുക്കളിൽ ശരിയായിട്ടുള്ള പോഷകം ഉണ്ടാകുന്നുണ്ടോ, നമുക്കത് ലഭിക്കുന്നുണ്ടോ? അപ്പോൾ ആ ഭക്ഷണത്തെ കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കാരണമാകുന്നുണ്ട്. ഇന്ന് നാട്ടിൽ ഉണ്ടാകുന്ന പല പോഷണ ശോഷണ രോഗങ്ങൾക്കും കാരണം പോഷകസമൃദ്ധമായ ആഹാരം നമ്മൾ കഴിക്കാത്തത് കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ ഘടകമാണ് പോഷക സമൃദ്ധം. എന്നാൽ ദൂഷ്യഫലമില്ലാത്ത ആഹാരം നമ്മൾ കഴിക്കണം. ധാരാളം കഴിച്ചാലും ആഹാരം സമീകൃതമല്ലെങ്കിൽ പോഷണ സമൃദ്ധമായിരിക്കണമെന്നില്ല. കാരണം ഒരു വ്യക്തിയുടെ പ്രായത്തെയും തൊഴിലിനെയും ലിംഗവ്യത്യാസത്തെയും ജീവിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥയെയും അനുസരിച്ച് വേണ്ട പോഷകാംശങ്ങളുടെ അളവിൽ വ്യത്യാസമുണ്ടാകും. സമീകൃത ആഹാരം വേണം നമ്മൾ കഴിക്കുവാൻ. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ വളർച്ചയ്ക്കും വികാസത്തിനും രോഗപ്രതിരോധ ശേഷിക്കും തേയ്മാനം പരിഹരിക്കുന്നതിനും ആവശ്യമായ അളവിലും തൂക്കത്തിലും അനുപാതത്തിലും വേണ്ട എല്ലാ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്ന ആഹാരമാണ് സമീകൃത ആഹാരം. ഇതിൽ ധാന്യങ്ങളുണ്ട്, പയറുവർഗ്ഗങ്ങളുണ്ട്, പഴവർഗ്ഗങ്ങളുണ്ട്, പച്ചക്കറികൾ, ഇലക്കറികൾ, അതുപോലെ തന്നെ പാൽ, മുട്ട, ഇറച്ചി, എണ്ണ, ചക്കര ഇങ്ങനെയുള്ള വിവിധ ഇനം ഭക്ഷണ സാധനങ്ങളുണ്ട്. അപ്പൊ ഈ ഭക്ഷണ സാധനങ്ങളിലെ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ അന്നജം, മാംസ്യം, കൊഴുപ്പ്, ജീവകങ്ങൾ, ധാതു ലവണങ്ങൾ, നാരുകൾ എന്നിവയൊക്കെയാണ്. എല്ലാ ദിവസവും ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വീട്ടമ്മമാർ ശ്രദ്ധിക്കേണ്ടത് ഈ പോഷണ മൂല്യങ്ങൾ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. നമുക്ക് ലഭിക്കുന്ന വൈറ്റമിനുകളും ലവണങ്ങളും പ്രധാനമായി കിട്ടുന്നത് പച്ചക്കറികളിൽ നിന്നാണ്, അതുപോലെ ഇലക്കറികളിൽ നിന്നും. ഈ ഇലക്കറികളിലും പച്ചക്കറികളിൽ നിന്നുമാണ് മിനറൽസ് ധാരാളം ലഭിക്കുന്നത്. നമുക്ക് മിനറൽസ് വളരെ കുറച്ച് മതി, അതുപോലെ തന്നെ വൈറ്റമിൻസും. പക്ഷെ ആ വളരെ കുറച്ചുള്ളതിന്റെ കുറവ് നമ്മളിലേക്ക് എത്തിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമുള്ള ഔഷധങ്ങളിലേക്കാണ്. അപ്പോൾ ആ കുറവ് കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ആരും കഴിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അത് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കൈകളിൽ എത്തുന്ന പച്ചക്കറികളും ഇലക്കറികളൊക്കെയാണെങ്കിലും അന്യനാട്ടിൽ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ കൈകളിൽ എത്തുമ്പോൾ നാളുകൾ കഴിഞ്ഞാൽ നമ്മുടെ കൈകളിൽ എത്തുന്നത് ഒരു ഒരു ചെടിയിൽ നിന്നും അതിന്റെ ഫലം അടർത്തിയെടുക്കുമ്പോൾ ആ നിമിഷം മുതൽ അതിന്റെ പോഷകം നഷ്ടപ്പെടാൻ തുടങ്ങും. അങ്ങനെ നഷ്ടപ്പെട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മുടെ കൈകളിൽ എത്തും. നമ്മൾ അതൊരു ഫ്രിഡ്ജിനകത്ത് വെച്ച് വീണ്ടും നാളുകൾ കഴിഞ്ഞാണ് നമ്മൾ പാകം ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് എന്തുമാത്രം പോഷകമുണ്ട്. ആ പോഷക വസ്തു നമ്മൾ പാകം ചെയ്ത് ഭക്ഷിച്ചു കഴിയുമ്പോൾ നമുക്ക് പോഷണമല്ല കിട്ടുന്നത്, മറിച്ച് വിഷാംശമാണ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ വിഷാംശം കഴിക്കുമ്പോൾ നമ്മുടെ പോഷണം എല്ലാം ദിനം തോറും നഷ്ടപ്പെട്ടുകൊണ്ട് ഇല്ലായ്മ വരികയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ നമ്മുടെ ആരോഗ്യസ്ഥിതി മോശമാകുന്നു. രോഗത്തെ ചെറുത്ത് നിർത്താനുള്ള പ്രതിരോധ ശക്തി, അതായത് ഇമ്മ്യൂണിറ്റി കുറയുകയോ നഷ്ടമാകുകയോ ചെയ്യുന്നു. അപ്പോൾ പല തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ ശരീരത്ത് ഇമ്മ്യൂണിറ്റി കിട്ടുന്ന നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഇമ്മ്യൂണിറ്റി ലഭിക്കുന്നതിന്റെ ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതിന് പരിഹാരമായിട്ടാണ് നമ്മൾ സപ്ലിമെന്റുകൾ കഴിക്കുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്നതിന്റെ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിയായ നമ്മുടെ സ്വന്തം വെസ്റ്റേജ് കമ്പനി നമുക്ക് ആവശ്യമായ എല്ലാ തരം സപ്ലിമെന്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ
ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. രോഗപ്രതിരോധ ശേഷി എന്നത് നമ്മുടെ ശരീരത്ത് പ്രവേശിക്കുന്ന രോഗാണുക്കളെ ചെറുത്ത് നിൽക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള ശരീരത്തിന്റെ കഴിവിനെയാണ് രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പ്രതിരോധ ശേഷി ലഭിക്കുന്നതിന് പ്രധാനമായും ഭക്ഷണത്തിൽ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനാവശ്യത്തിന് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് നമ്മൾ സപ്ലിമെന്റുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ സാഹചര്യത്തിൽ സപ്ലിമെന്റുകൾ കഴിക്കേണ്ട അത്യന്താപേക്ഷിതമായിട്ടാണ് നമ്മുടെ ഈ കാലഘട്ടം കടന്നു പോകുന്നത്. പിന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടും, അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ട്, അതുപോലെ പ്രകൃതിയിൽ നിന്നും കുറച്ച് ഇമ്മ്യൂണിറ്റി കിട്ടും. പിന്നെ പ്രതിരോധ കുത്തിവയ്പ്പുകളിൽ കൂടിയൊക്കെ നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ട്. പ്രതിരോധ കുത്തിവയ്പ്പ് കൂടി കിട്ടുന്നത് ഒരു നിശ്ചിത രോഗത്തിനെതിരെ മാത്രമേ അതിൽ കൂടി കിട്ടുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്നതിനും നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കുന്നതിനും നമ്മള് രോഗമില്ലാതെ ജീവിക്കുന്നതിന് നമ്മുടെ സപ്ലിമെന്റുകളെ ഒന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് അംല നെല്ലിക്ക. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളതാണ്. ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അപ്പൊ അതിന്റെ ഗുണത്തെ കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ. അപ്പൊ ഈ അംല അഥവാ നെല്ലിക്ക വൈറ്റമിൻ സിയുടെ കലവറയാണ്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന നെല്ലിക്കയിലെ വൈറ്റമിൻ സിയെ ബെസ്റ്റ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. വൈറ്റമിൻ സിയുടെ ഫംഗ്ഷൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ്. അപ്പൊ കോശങ്ങളെ പരസ്പരം ബന്ധിക്കുന്ന കൊളാജൻ എന്ന പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാനും നിലനിർത്താനും സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ സി. ഏറ്റവും ശക്തിയേറിയ ആന്റി ഓക്സിഡന്റ് ആണ് വൈറ്റമിൻ സി. എന്താണ് ആന്റി ഓക്സിഡന്റുകൾ? ഭക്ഷണ വസ്തുക്കളിൽ അതായത് സസ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പോഷണ ഘടകങ്ങളാണിവ. മനുഷ്യ ശരീരത്തെ മാറാരോഗങ്ങളിൽ നിന്നും കേടുപാടുകളിൽ നിന്നും ഇത് സംരക്ഷിക്കുന്നു. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, സെലേനിയം, അതുപോലെ സസ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റോ കെമിക്കലുകൾ എന്നിവയാണ് ആന്റി ഓക്സിഡന്റുകൾ. അത് വൈറ്റമിൻസും മിനറൽസും ചില വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ശരീരത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ട് അത് ആവശ്യാനുസരണം ഉപയോഗിക്കുന്നവയുണ്ട്. എന്നാൽ ചിലത് അന്നന്ന് നമ്മൾ ഭക്ഷണത്തിൽ കൂടി നമ്മൾ അകത്തേക്ക് കൊടുത്താൽ മാത്രമേ അത് ഫങ്ഷൻ ചെയ്യുള്ളൂ. അപ്പോൾ അന്നത്തെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളതിനെ ശരീരം പുറന്തള്ളും. ആ ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ് നമ്മുടെ വൈറ്റമിൻ സി. അപ്പൊ നെല്ലിക്കയിലുള്ള വൈറ്റമിൻ സി നമുക്ക് അന്നന്ന് നമ്മൾ കഴിക്കണം. അപ്പൊ പുളിയുള്ള എല്ലാ വസ്തുക്കളിലും വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഈ ആന്റി ഓക്സിഡന്റുകൾ നമ്മുടെ ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങളെ ചെറുക്കുന്നു. അകാല വാർദ്ധക്യത്തെ തടയുന്നു. എന്ന് വെച്ചാൽ നമ്മൾ പ്രായമാകുന്നതിന് മുമ്പ് 10, 20 അല്ലെങ്കിൽ 30 വയസ്സൊക്കെ ആകുമ്പോൾ 10, 40, 50 വയസ്സൊക്കെ തോന്നിക്കുന്ന ചിലരെ കാണാം. അപ്പോൾ അവരുടെയൊക്കെ അത് വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഇങ്ങനെ സംഭവിക്കാം. അപ്പോൾ അങ്ങനെയുള്ള അകാല വാർദ്ധക്യത്തെ അത് ചെറുക്കുന്നു. അതുപോലെ തന്നെ നമ്മള് ക്യാൻസർ അങ്ങനെയൊക്കെയുള്ള കീമോതെറാപ്പി ചെയ്യുന്ന ചികിത്സയുടെ പാർശ്വഫലങ്ങൾ ലഘൂകരിക്കാൻ ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ രോഗമുക്തി വേഗത്തിലാവും. നമുക്കൊരു അസുഖം വന്നാൽ ഈ വൈറ്റമിൻ സി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് രോഗത്തെ ചെറുത്തിടാൻ രോഗമുക്തി വരാനും സാധിക്കുന്നു. അത് തൊണ്ടവേദന, ജലദോഷം, വായ്പുണ്ണ് എന്നിവ തടയുന്നു. സന്ധിവേദന തടയുന്നു. അതുപോലെ ഉറക്കക്കുറവ് തടയുന്നു. ശരീരത്തിൽ നിന്നും ടോക്സിൻ റിമൂവ് ചെയ്യുന്നു. ഇപ്പോഴത്തെ കാലത്തിൽ എല്ലായിടത്തും വായുവിൽ കൂടിയും വെള്ളത്തിൽ കൂടിയും ഭക്ഷണത്തിൽ കൂടിയൊക്കെ നമുക്ക് ടോക്സിൻ ഉള്ളിൽ ചെല്ലുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടുന്ന ടോക്സിൻസിനെയൊക്കെ ഈ നെല്ലിക്ക നമ്മുടെ അംല കഴിച്ചു കഴിഞ്ഞാൽ അതിനെയൊക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ചർമ്മത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നു. അസ്ഥിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു. ഇപ്പൊ അസ്ഥി പ്രശ്നമുള്ളവരാണ് കൂടുതൽ. അപ്പൊ നമ്മുടെ അസ്ഥിക്ക് ആരോഗ്യവും പിന്നെ അതിന്റെ ശക്തിയും ഒക്കെ കൊടുക്കാനായിട്ട് നമ്മുടെ അംല കഴിച്ചാൽ ഉപകാരപ്രദമാകുന്നു. അതുപോലെ ദഹന പ്രക്രിയ സുഗമമാക്കുന്നു. ശ്വാസകോശം സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നെർവ് സിസ്റ്റത്തെയൊക്കെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് നമ്മുടെ അംല. അതുപോലെ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു. അംലയിൽ വൈറ്റമിൻ സിയും കാൽസ്യവും അതുപോലെ തന്നെ ബി കോംപ്ലക്സ്, അയൺ ഇവ വലിയ തോതിൽ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിൽ തണുപ്പ് നൽകുകയും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും
ശുദ്ധീകരണം നടത്തുന്നതും ഈ അമ്ല കഴിക്കുന്നതുകൊണ്ട് നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതുപോലെ ധാരാളം ഗുണങ്ങളുള്ള നമ്മുടെ അമ്ല അത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാവുന്ന ഒന്നാണ്. ഒരു ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ക്യാപ്പൂരി, ആ അമ്ല പൊടി ഡയറക്റ്റ് നമുക്ക് ഉള്ളിലേക്ക് ഇട്ട് ഒരു വെള്ളം കുടിച്ചാൽ, നമ്മൾ നെല്ലിക്ക ഫ്രഷ് നെല്ലിക്ക കഴിക്കുമ്പോൾ അതിനുശേഷം വെള്ളം കുടിക്കും അതേ ഫീലിംഗ് ആണ് നമ്മുടെ വെസ്റ്റേജിന്റെ അമ്ല നമ്മൾ ഡയറക്റ്റ് വായിലേക്ക് ഇട്ട് കഴിച്ചിട്ട് വെള്ളം കുടിച്ചാൽ. അപ്പോൾ അങ്ങനെ പിള്ളേർക്കൊക്കെ ഒരു ജലദോഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ മരുന്നൊന്നും തേടി പോകേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിലുണ്ടാവില്ല ആ അമ്ല കൊടുത്താൽ ജലദോഷം, അത് മുതിർന്നവർക്കാളും വലിയവർക്കാണെങ്കിലും ഏറ്റവും ഉപകാരപ്രദമായ ഒന്നാണ് നമ്മുടെ അമ്ല. അപ്പൊ അത് കഴിക്കേണ്ട വിധം എന്ന് പറഞ്ഞാൽ 1 or 2 വീതം 2 നേരം ആഹാരത്തിന് ശേഷം കഴിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇപ്പൊ ഇടയ്ക്കൊരു ജലദോഷം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് ഇടയ്ക്കും ഈ അമ്ല നമുക്ക് കഴിക്കാവുന്നതാണ്. അതിന്റെ MRP എന്ന് പറയുന്നത് 220 ആണ്. DP പ്രൈസ് 185 ആണ്. അടുത്തതായിട്ട് പറയാവുന്നത് അലോവേര, കറ്റാർ വാഴ. നമുക്ക് ഏറെ സുപരിചിതമായ ഒന്നാണ് കറ്റാർ വാഴ എന്ന ഭംഗിയുള്ള ചെടി. അതിന്റെ അലോ എന്ന വാക്ക് ഗ്രീക്ക് വാക്കും വെര എന്നത് ലാറ്റിൻ വാക്കുമാണ്. സംസ്കൃതത്തിൽ നമ്മുടെ അലോവേരയ്ക്ക് കുമാരി എന്ന് പറയുന്നു. അലോവേര മിറക്കിൾ പ്ലാന്റ് ആണ് എന്നാണ് അറിയപ്പെടുന്നത്. അലോവേരയിൽ 95% വെള്ളമാണ്. അതുപോലെ അമിനോ ആസിഡും മിനറൽസും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും ഔഷധമായി പുരാണ കാലം മുതലേ ഉപയോഗിച്ചു വന്ന ഒന്നാണ് അലോവേര. പിന്നെ നമുക്ക് കേൾക്കാം ഇപ്പൊ പരസ്യങ്ങളിലെല്ലാം അലോവേര ഇല്ലാത്ത ഒരു ബ്യൂട്ടി പ്രോഡക്റ്റും ഇല്ല. സോപ്പായാലും എന്തായാലും അലോവേരയാണ് മുന്നിലുള്ളത്. അപ്പൊ അതിന്റെ ഗുണങ്ങള് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അലോവേരയില് എൻസൈംസ് ഉണ്ട്, സാൽസിലിക് ആസിഡ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, അതുപോലെ തന്നെ അമിനോ ആസിഡ് ഉണ്ട്, ഷുഗർ ഉണ്ട്, ലൈഗിൻ ഉണ്ട്, അയൺ ഉണ്ട്, ഫോളിക് ആസിഡ് ഉണ്ട്, വൈറ്റമിൻ B1, B2, B3, B6, B12, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, കാൽസ്യം തുടങ്ങി ധാരാളം ന്യൂട്രിയന്റ് വെസ്റ്റേജ് അലോവേരയിൽ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി വൈറ്റമിൻ ഇയുടെ കലവറയാണ്. ഇത് കൊളാജനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഹെൽത്തി ഷുഗർ, ഗ്രോത്ത് ഹോർമോൺ ഉള്ളതുകൊണ്ട് കൊളാജിൻ സിന്തസിസിന് ഇത് വളരെയേറെ സഹായിക്കുന്നുണ്ട്. ആന്റി വൈറൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് വൈറസുകളെ നശിപ്പിക്കുന്നു. അതുപോലെ ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. പ്രമേഹം, കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. അതുപോലെ അസിഡിറ്റി, ഗ്യാസ് ഒക്കെ ഇല്ലാതാക്കാൻ അലോവേര കഴിക്കുന്ന മൂലം നമുക്കൊരു ഗ്യാസിന്റെ പ്രോബ്ലം നോക്കുകയാണെങ്കിൽ നമ്മുടെ അലോവേര ഒരു 2 എടുത്ത് കഴിച്ചാൽ ഗ്യാസ് മാറാവുന്നേ ഉള്ളൂ. അതുപോലെ ബോഡിയുടെ മെറ്റാബോളിസം വർദ്ധിപ്പിക്കുന്നു, വെയിറ്റ് മാനേജ്മെന്റിനെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ബ്ലഡിലെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ കിഡ്നി, ലിവർ എന്നിവയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു. താരം കുറയ്ക്കും, അതുപോലെ മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. പണ്ടൊക്കെ ഉള്ളവർ ഈ അലോവേര ഇങ്ങനെ എണ്ണയ്ക്കകത്തൊക്കെ ഇട്ട് കാച്ചി പണ്ട് മുതലേ ഉപയോഗിക്കുന്ന പനങ്കല പോലെ മുടിയാണ് അന്നൊക്കെ ഉള്ളവർക്ക് ഈ അലോവേരയൊക്കെ തേച്ച് മുടി വളർത്തിയിട്ടുള്ള കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തടയുന്നുണ്ട് അലോവേര കഴിക്കുന്നത്. പിന്നെ നമ്മുടെ യുവത്വം, നമുക്ക് എന്നും യുവത്വം തുടിക്കുന്ന ആയിട്ട് ജീവിക്കാൻ സാധിക്കും. അത് നിലനിർത്തുന്ന നമ്മുടെ അലോവേര. അതുപോലെ ശരീരത്തിലെ വിഷാംശത്തെ മാറ്റുന്നു, അമിത കൊഴുപ്പിനെ മാറ്റുന്നു. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് കൃമിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ അലോവേര കൊടുത്താൽ അതിന് പരിഹാരമാകുന്നുണ്ട്. ത്വക്ക് രോഗം തടയുന്നു അലോവേര. നമ്മൾ ഡയറക്റ്റ് ആയാലും നമുക്ക് കാലിനൊക്കെ ഒരു റഫ്നെസ് ഒക്കെ തോന്നുവാണെങ്കിൽ അവിടെ ഇത് പുരട്ടി കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആകും. അപ്പൊ നമ്മുടെ അലോവേര ഉള്ളിലേക്ക് ചെന്നാലോ അതിൽ ത്വക്കിന് വരുന്ന രോഗങ്ങളെയും ത്വക്കിനെ സ്മൂത്ത് ആക്കുന്നതിനും അലോവേര സഹായിക്കുന്നുണ്ട്. അതുപോലെ രക്തശുദ്ധീകരണം നടത്തുന്നു. ബ്രസ്റ്റ് ക്യാൻസർ, ഗർഭാശയ ക്യാൻസറിനെയൊക്കെ ഈ അലോവേര തടയുന്നുണ്ട്. സ്ത്രീജന്യ രോഗങ്ങൾ, ഹോർമോൺ ഇൻബാലൻസ് തടയുന്നു. അതുപോലെ തന്നെ കുഴിനകം ഒക്കെ ഉള്ളവർക്ക് അലോവേര കഴിച്ചാൽ അതിന്റെ പരിഹാരമാണ്. തീപ്പൊള്ളൽ വന്നു കഴിഞ്ഞാൽ അതിന് നല്ലതാണ്. ദഹന പ്രക്രിയ സുഗമമാക്കുന്നു. അതുപോലെ മലമലം, കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉള്ളവർക്ക് ഈ അലോവേര നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിന് പരിഹാരമാകുന്നതാണ്. അതുപോലെ തന്നെ ഇത് ആന്റി ഓക്സിഡന്റ് റിച്ച് ആയതുകൊണ്ട് തന്നെ ഫ്രീ റാഡിക്കലിൽ നിന്നും ബോഡിയെ അലോവേര പ്രൊട്ടക്ട് ചെയ്യുന്നു. അതുപോലെ അലോവേരയും ബോഡിയെ
കൂളാക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ചൂട് നമുക്കറിയാമല്ലോ. ഈ ചൂടിന് നമ്മുടെ അമലയും അലവാരയും ഒക്കെ ഒത്തിരി പരിഹാരമാണ് നമുക്ക് കൂളിംഗ് ബോഡിക്ക് തരുന്നത്. കുട്ടികൾക്കും ഗർഭിണികൾക്കും ഒരുപോലെ മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാവുന്ന ഒന്നാണ് അലോവേര. ഇത് 1-2 ക്യാപ്സ്യൂൾ 2 നേരം ആഹാരത്തിന് ശേഷം കഴിക്കുക. ഇതിന്റെ MRP എന്ന് പറയുന്നത് 320, DP പ്രൈസ് എന്ന് പറയുന്നത് 275. അടുത്തായിട്ട് കൊളസ്ട്രോൾ. ആരോഗ്യമുള്ള കുഞ്ഞ് എല്ലാ മാതാപിതാക്കളുടെ ആഗ്രഹം അല്ലെ. പ്രസവശേഷം മഞ്ഞ കളറോടെ ആദ്യം വരുന്ന മുലപ്പാലിനെയാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. നവജാത ശിശുവിന്റെ അതിജീവനത്തിനുള്ള ഒന്നാണ് കൊളസ്ട്രോൾ. ഈ കൊളസ്ട്രോൾ കുടിച്ചു കഴിഞ്ഞാൽ മരണം വരെ ആ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. 37 തരത്തിലുള്ള പ്രതിരോധ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള എന്നതാണ് ഇതിന്റെ സവിശേഷത. നമ്മുടെ വെസ്റ്റേജ് കമ്പനി നമുക്കായിട്ട് നൽകുന്ന കൊളസ്ട്രോൾ പശു പ്രസവിച്ച് 6 മണിക്കൂറിനുള്ളിൽ പശുവിന്റെ ആദ്യം വരുന്ന പാലിൽ നിന്നും രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളതാണ് നമ്മുടെ കൊളസ്ട്രോൾ. ഇത് നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഇൻഫെക്ഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ ജീവിതകാലം മുഴുവനും ആരോഗ്യം പ്രദാനം ചെയ്യുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. വെസ്റ്റേജ് കൊളസ്ട്രോളിൽ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇമ്യൂണോഗ്ലോബിനിൻ, ലാക്ടോഫറിൻ, അതുപോലെ തന്നെ വൈറ്റമിൻ എ, ബി, സി, വൈറ്റമിൻ ഇ, അതുപോലെ പ്രോട്ടീൻസ്, മഗ്നീഷ്യം, ഒലിയോസാക്കറൈഡ്സ്, ആന്റി മൈക്രോബൈൽസ് എന്നീ ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ കൊളസ്ട്രോൾ. ഇതിന്റെ ഗുണങ്ങൾ കോശങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിച്ച് ഇമ്മ്യൂണിറ്റി കൂട്ടുന്നു അല്ലെ. കൊളസ്ട്രോൾ നമ്മുടെ മനുഷ്യരായാലും നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് കൊളസ്ട്രോൾ. ശരീരത്തിന് അതുപോലെ തന്നെ ഊർജം പ്രദാനം ചെയ്യുന്നു. സ്കിന്നിന്റെ ഇലാസ്തികത നിലനിർത്താനുള്ള കഴിവ് നമ്മുടെ കൊളസ്ട്രോളിനുണ്ട്. അതുപോലെ ആന്റി ഏജിങ് തടയുന്നു. നമ്മുടെ എല്ലാ പ്രോഡക്റ്റും ആന്റി ഏജിങ് തടയുന്ന പ്രോഡക്റ്റുകളാണ്. അതുപോലെ ഗ്ലൈസീമിക് ഹെൽത്ത് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. പ്രമേഹ രോഗികൾക്ക് ഇത് ഏറ്റവും നല്ലതാണ്. അതായത് പാൻക്രിയാസ് ഗ്രന്ഥിയെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ കൊളസ്ട്രോൾ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാത്രം കൊടുക്കാനുള്ളതല്ല, നമ്മൾ മുതിർന്നവർക്കും കൊളസ്ട്രോൾ കഴിക്കുന്നത് നല്ലതാണ്. എല്ലുകളെ ബലപ്പെടുത്തുന്നു. അതുപോലെ തന്നെ DNA, RNAയുടെ ഗ്രോത്തിന് സഹായിക്കുന്നു. അലർജിയിൽ നിന്നും സംരക്ഷണം നൽകുന്നു. ശരിക്കും മുലപ്പാൽ കുടിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് അലർജി കൂടുമെന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ കൊളസ്ട്രോൾ ഉള്ളിൽ ചെല്ലുമ്പോൾ എല്ലാ രോഗങ്ങളും ചെലുത്താനുള്ള കഴിവുണ്ട്. അപ്പോൾ നമുക്ക് അത് കിട്ടാത്തവരാണ് മുതിർന്നവർക്കാണെങ്കിലും ഈ കൊളസ്ട്രോൾ കഴിക്കും. നമ്മുടെ ഈ കൊളസ്ട്രോൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രതിവിധിയൊക്കെ നമുക്കും ഉണ്ടാകും. അലർജിയിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. അതുപോലെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ആസിഡിറ്റി എന്നിവയൊക്കെ ഈ കൊളസ്ട്രോൾ കഴിക്കുന്നതുകൊണ്ട് പരിഹാരമാണ്. അതുപോലെ ഇൻഫ്ലമേഷൻ കൺട്രോൾ ചെയ്യുന്നു. സെല്ലുകളുടെ പുനർനിർമ്മാണത്തെ സഹായിക്കുന്നു. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ സെല്ലുകൾ ഉണ്ടാകുന്ന സെല്ലുകളുടെ നാശം വളരെ കുറവാണ്. എന്നാൽ നമ്മൾ പ്രായമായി വരുമ്പോൾ പ്രത്യേകിച്ച് പ്രായമുള്ളവരിൽ സെല്ലുകൾ പുതിയത് ഉണ്ടാകുന്ന കുറയുകയും നശിക്കുന്ന സെല്ലുകളുടെ എണ്ണം കൂടുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മുതിർന്നവര് ഈ കൊളസ്ട്രോൾ കഴിച്ചു കഴിഞ്ഞാൽ പുതിയ സെല്ലുകളും ഉണ്ടാകുന്നതിന് ഇത് സഹായിക്കുന്നു. അതുപോലെ മാനസിക ആരോഗ്യം പ്രദാനം ചെയ്യുന്നു. മെമ്മറി പവർ കൂടുന്നു. നമുക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ കൊളസ്ട്രോൾ കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കുള്ള ഓർമ്മശക്തി അവർക്ക് ഉണ്ടാകുന്നതിന് വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ്. അത് മസിൽ ബിൽഡിങ്ങിനെ ഇത് സഹായിക്കുന്നു. ടിഷ്യൂ റിപ്പയർ ചെയ്യുന്നു. അതുപോലെ തന്നെ പുതിയ ടിഷ്യൂവിന്റെ ഫോർമേഷനെയൊക്കെ ഈ കൊളസ്ട്രോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ സഹായിക്കുന്നുണ്ട്. നമ്മൾ കൊളസ്ട്രോൾ കഴിക്കേണ്ട വിധം എന്ന് പറയുന്ന 6 മുതൽ 12 വയസ്സ് വരെ 1 ക്യാപ്സൂൾ വീതം 2 നേരം ആഹാരത്തിന് ശേഷം കഴിക്കുക. 12 വയസ്സിന് മേളിൽ എത്ര പ്രായം ഉണ്ടെങ്കിലും നമുക്ക് 1-2 ഗുളിക വീതം കഴിക്കുക. അത് 2 നേരം കഴിക്കുക. ഇതിന്റെ MRP എന്ന് പറയുന്നത് 720 DP പ്രൈസ് നമുക്ക് 615 രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്തത് ഇമ്മ്യൂണിറ്റി കാറ്റഗറി നോനിയാണ്. നോനിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രേറ്റ് ലീഡർ നമ്മുടെ വെൽനസ് ഗുരു നല്ല രീതിയിൽ നമുക്കൊരു ക്ലാസ് തന്നു. എന്നിരുന്നാലും
ഈ കാറ്റഗറി പെട്ടതായതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അതെല്ലാവരുടെ മനസ്സിൽ ഇതുവരെ പോയിട്ടില്ല. സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം